നമസ്കാരം. ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്ന് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ലേറ്റസ്റ്റ് ന്യൂസിൽ. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ആദ്യത്തെ വാർത്ത. സംസ്ഥാനത്ത് ഇന്ന് 67 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഏറ്റവും അധികം കോവിഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. 10 പേർ രോഗമുക്തരായി. കേരളം സമൂഹ വ്യാപനത്തിന്റെ വക്കിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് ബാധിതരുടെ കണക്കുകൾ ഇങ്ങനെ: പാലക്കാട് 29, കണ്ണൂർ 8, കോട്ടയം 6, മലപ്പുറം എറണാകുളം 5 വീതം, തൃശൂർ കൊല്ലം 4 വീതം, കാസർഗോഡ് ആലപ്പുഴ 3 വീതം. ഇതിൽ 27 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. തമിഴ്നാട് 9, മഹാരാഷ്ട്ര 15, ഗുജറാത്ത് 5, കർണാടക 2, പോണ്ടിച്ചേരി 1, ഡൽഹി 1 എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിൽ നിന്നും സംസ്ഥാനത്ത് എത്തിച്ചേർന്ന രോഗബാധിതരുടെ കണക്ക്. സമ്പർക്കം മൂലം 7 പേർക്കാണ് രോഗബാധ. കേരളത്തിലെ രോഗവ്യാപനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. നമ്മള് സമൂഹ വ്യാപനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. പക്ഷേ നാം കാണേണ്ടത് ഇത് സമൂഹ വ്യാപനത്തിലേക്ക് എത്താവുന്ന തരത്തിലുള്ളൊരു രോഗമാണ്. അപ്പോൾ ആവശ്യമായ നിയന്ത്രണങ്ങളെല്ലാം നമ്മൾ പാലിച്ചു പോയില്ലെങ്കിൽ അത് ഏത് ഘട്ടത്തിലും സമൂഹ വ്യാപനത്തിലേക്ക് എത്താം. 963 പേർക്കാണ് ഇതുവരെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. 415 പേർ ചികിത്സയിലുണ്ട്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം വീണ്ടും 1 ലക്ഷം കടന്നു. ആൾക്കൂട്ടങ്ങൾ അനുവദിക്കില്ലെന്നും അനുവദനീയ എണ്ണത്തിനപ്പുറം ആളുകളെ കയറ്റുന്ന വാഹനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഒരു മലപ്പുറം സ്വദേശി ഉൾപ്പെടെ ഇന്ന് പുതുതായി 30 പേർക്ക് കോവിഡ് പോസിറ്റീവായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജില്ലയിലേക്കെത്തിയ ആളുകൾക്കാണ് രോഗം പ്രധാനമായും ഇന്ന് സ്ഥിരീകരിച്ചത്. മെയ് 17-ന് മാലദ്വീപിൽ നിന്ന് കപ്പൽ മാർഗം വന്ന 9 പേർക്ക് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. ഇവർ ഷൊർണൂരിലെ അല്ലമീൻ കോളേജിൽ ക്വാറന്റീനിലാണ്. ചെന്നൈയിൽ നിന്നും വിവിധ ദിവസങ്ങളിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി വന്ന 8 പേർക്ക് രോഗം കണ്ടെത്തിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് വന്ന 5 പേർക്കും കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഒരാൾക്കും കർണാടകയിൽ നിന്ന് വന്ന 2 പേർക്കും ഗുജറാത്തിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും എത്തിയ ഓരോ ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. കുവൈറ്റിൽ നിന്ന് വന്ന ഒരാൾക്ക് കോവിഡ് പോസിറ്റീവായിട്ടുണ്ട്. മെയ് 23-ന് കാഞ്ചീപുരത്ത് നിന്ന് വന്ന് നേരത്തെ രോഗം സ്ഥിരീകരിച്ച ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശിയുടെ അമ്മയ്ക്ക് പ്രാഥമിക സമ്പർക്കം മൂലം രോഗമുണ്ടായി. മെയ് 22-ന് രോഗബാധ സ്ഥിരീകരിച്ച നാഗലശ്ശേരിയിലെ 7 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മുത്തച്ഛനാണ് സമ്പർക്കത്തിലൂടെ രോഗം വന്ന മറ്റൊരാൾ. നിലവിൽ 82 പേർ പാലക്കാട് ജില്ലയിൽ ചികിത്സയിലുണ്ട്. കോവിഡ് പോസിറ്റീവായ പലർക്കും രോഗലക്ഷണം ഉണ്ടായിരുന്നില്ല. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ കൂടി ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു. ഇതോടെ ജില്ലയിലെ 18 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി. ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുകയാണ്. തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഇന്ന് 4 പേർക്ക് വീതം കോവിഡ് സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 4 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇതിൽ 1 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായ 4 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. മെയ് 16-ന് അബുദാബി തിരുവനന്തപുരം വിമാനത്തിലെത്തിയ കുളത്തൂപ്പുഴ സ്വദേശികളാണ് രോഗബാധിതർ. 27 വയസ്സുള്ള യുവതി, അവരുടെ 1ഉം 4ഉം വയസ്സുള്ള പെൺകുട്ടികൾ, 58 വയസ്സുള്ള മാതാവ് എന്നിവർ ഗൃഹനിരീക്ഷണത്തിലായിരുന്നു. രോഗം സ്ഥിരീകരിച്ചതോടെ 4 പേരെയും പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇവർ മുൻപ് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത ആൾക്കൊപ്പം വിമാനത്തിൽ തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തവരാണ്. തൃശൂരിൽ കഴിഞ്ഞ 23-ന് ദുബൈയിൽ നിന്നെത്തിയ ചാവക്കാട് സ്വദേശികളായ 32 വയസ്സുകാരനും 28 വയസ്സുകാരിക്കും രോഗം സ്ഥിരീകരിച്ചത്. ഇവർ കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ്. 24-ന് അബുദാബിയിൽ നിന്നെത്തിയ 42 വയസ്സുകാരനായ പഴയന്നൂർ സ്വദേശിക്കും വിദേശത്തു നിന്ന് തിരിച്ചെത്തിയ തളിക്കുളം സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചു. ഇരുവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കാസർഗോഡ് ജില്ലയിൽ 2 പേർ കോവിഡ് മുക്തരായി. ആലപ്പുഴയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന ഗർഭിണിയുടെ കോവിഡ് ഫലം നെഗറ്റീവായി. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന മധൂർ സ്വദേശികളായ 2 പേർക്കും ഗൾഫിൽ നിന്ന് വന്ന മടിക്കൈ സ്വദേശിക്കുമാണ് കാസർഗോഡ് രോഗം സ്ഥിരീകരിച്ചത്. മെയ് 19-നാണ് 38 വയസ്സുള്ള മടിക്കൈ സ്വദേശി ഖത്തറിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. അന്നു മുതൽ തന്നെ കാഞ്ഞങ്ങാട് സർക്കാർ നിരീക്ഷണത്തിലായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ച മധൂർ സ്വദേശികളായ യുവദമ്പതികൾ മെയ് 23-നാണ് മുംബൈയിൽ നിന്ന് ബസ് മാർഗം തലപ്പാടിയിലെത്തിയത്. രോഗലക്ഷണങ്ങൾ പ്രകടമായതിനാൽ ഇരുവരെയും 23-ന് തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സ്രവ പരിശോധനയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചതിനാൽ ജനറൽ ആശുപത്രി
ആശുപത്രിയിൽ ഇവർ ചികിത്സയിൽ തുടരും. കോവിഡ് സ്ഥിരീകരിച്ച് ഉക്കിനടുക്കിയിൽ ചികിത്സയിലായിരുന്ന 51 വയസ്സുള്ള പൈവളിക സ്വദേശിയും 49 വയസ്സുള്ള കുമ്പള സ്വദേശിയുമാണ് ജില്ലയിൽ ഇന്ന് രോഗമുക്തി നേടിയവർ. ആലപ്പുഴ ജില്ലയിൽ അബുദാബിയിൽ നിന്നുമെത്തിയ ഒരാൾക്കും മുംബൈയിൽ നിന്നെത്തിയ 2 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം വിദേശത്തു നിന്നുമെത്തി ചികിത്സയിലായിരുന്ന ഗർഭിണിയായ യുവതിയുടെ ഫലം ഇന്ന് നെഗറ്റീവായി. വിദേശത്ത് നിന്ന് നാട്ടിൽ മടങ്ങി വരുന്നവർ സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്നതിനുള്ള ചെലവ് അവരവർ വഹിക്കണമെന്ന് മുഖ്യമന്ത്രി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പാസില്ലാതെ കേരളത്തിലേക്ക് വന്നാൽ 28 ദിവസം സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയണം. കേരളത്തിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുന്നതിനിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ രജിസ്ട്രേഷൻ കർശനമാക്കിയ സംസ്ഥാന സർക്കാർ. പാസില്ലാത്തവർക്ക് 28 ദിവസം നിർബന്ധിത നിരീക്ഷണം സ്വന്തം ചെലവിൽ നടത്തേണ്ടി വരും. വിദേശത്തു നിന്ന് വരുന്നവർ ഇനി സർക്കാർ നിരീക്ഷണ കേന്ദ്രത്തിലും ചെലവ് സ്വയം വഹിക്കണം. സംസ്ഥാനത്തെ അറിയിക്കാതെ ട്രെയിൻ അയക്കരുതെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ട്രെയിൻ അയക്കരുതെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അഭിപ്രായത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. പദവിക്ക് ചേർന്ന പ്രതികരണമല്ല കേന്ദ്രമന്ത്രിയുടേത്. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുന്നുണ്ടോ എന്നത് പീയൂഷ് ഗോയലല്ല, കേരളത്തിലെ ജനങ്ങളാണ് നോക്കേണ്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കണ്ണൂർ ജില്ലയിൽ 8 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ധർമ്മടത്തെ ഒരു കുടുംബത്തിലെ 4 കുട്ടികൾക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. പുതുതായി രോഗം ബാധിച്ചവരിൽ 2 പേർ ദുബൈയിൽ നിന്നും 2 പേർ മുംബൈയിൽ നിന്നും വന്നവർ. കണ്ണൂരിൽ പുതുതായി കോവിഡ്-19 സ്ഥിരീകരിച്ചവരിൽ 6 പേർ കുട്ടികളാണ്. ധർമ്മടത്തെ ഒരു കുടുംബത്തിലെ 4 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 9 വയസ്സുകാരികളായ 2 പേർക്കും 10ഉം 15ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾക്കുമാണ് സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിച്ചത്. ഈ കുടുംബത്തിലെ 24 പേരടക്കം ഹൈറിസ്ക് കോണ്ടാക്റ്റിലെ 31 പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതുവരെ വന്ന 11 ഫലങ്ങളും പോസിറ്റീവായത് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ആശങ്കയോടെയാണ് കാണുന്നത്. രോഗ ഉറവിടവും കണ്ടെത്താനായിട്ടില്ല. ദുബായിൽ നിന്ന് വന്ന 2 കുട്ടികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മട്ടന്നൂർ സ്വദേശികളായ 13കാരനും 7 വയസ്സുകാരിക്കുമാണ് രോഗം. മെയ് 17 കണ്ണൂർ വിമാനത്താവളം വഴിയാണ് ഇവർ നാട്ടിലെത്തിയത്. പന്നിന്നൂർ സ്വദേശികളായ 64കാരനും 62കാരനും രോഗമുണ്ടെന്ന് കണ്ടെത്തി. മെയ് 18 മുംബൈയിൽ നിന്നെത്തിയവരാണിവർ. ഇതോടെ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 196ആയി. ഇവരിൽ 119 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. 76 പേർ ചികിത്സയിലുണ്ട്. 11,397 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. ചെറുപുഴ, ചെറുകുന്ന് പഞ്ചായത്തുകളെ കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ കണ്ണൂർ ജില്ലയിൽ ഹോട്ട്സ്പോട്ട് ഉൾപ്പെടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം 22ആയി. കോട്ടയത്ത് ഇന്ന് 6 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾക്ക് രോഗം ഭേദമായി. മെയ് 7 അബുദാബിയിൽ നിന്നെത്തി കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലിരുന്ന അതിരമ്പുഴ സ്വദേശിയാണ് രോഗമുക്തനായത്. പോസിറ്റീവ് റിസൾട്ട് വന്നതിൽ 4 പേർ വിദേശത്തു നിന്നും ഒരാൾ ചെന്നൈയിൽ നിന്നും വന്നതാണ്. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച മീനടം സ്വദേശിനിയുടെ അച്ഛന് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പകർന്നത്. ദുബായിൽ നിന്നെത്തി ഇന്നലെ കോവിഡ് പോസിറ്റീവായ പായിപ്പാട് സ്വദേശിയുടെ ബന്ധുക്കളായ 79 വയസ്സുകാരനും 71കാരിക്കും ഇന്ന് രോഗം കണ്ടെത്തി. അബുദാബിയിൽ നിന്നെത്തിയ കുമരകം സ്വദേശിനി, ദുബായിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലെത്തിയ ഗർഭിണിയായ ദന്തഡോക്ടർ, ചെന്നൈയിൽ നിന്ന് വന്ന വാഴപ്പള്ളി സ്വദേശി എന്നിവരാണ് രോഗം സ്ഥിരീകരിച്ച മറ്റുള്ളവർ. ഇതോടെ കോട്ടയത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 19ആയി. ഇതിൽ 16 പേർ കോട്ടയം ജില്ലക്കാരും ഒരാൾ തിരുവനന്തപുരം സ്വദേശിയും 2 പേർ പത്തനംതിട്ടയിൽ നിന്ന് ചികിത്സയ്ക്ക് എത്തിച്ചവരുമാണ്. അഞ്ചലിലെ ഉത്ര കൊലക്കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ഉത്രയെ കടിച്ച പാമ്പിന്റെ ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു. കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് DGP. പാമ്പിന്റെ നീളം 182 സെന്റിമീറ്ററും വിഷപ്പല്ലിന്റെ നീളം 0.6 സെന്റിമീറ്ററുമാണെന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. പാമ്പിന്റെ മാംസത്തിന്റെ അവശിഷ്ടവും വിഷപ്പല്ലും തലച്ചോറും പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഇത് DNA പരിശോധനയ്ക്കായി ഹൈദരാബാദിലോ ചെന്നൈയിലോ അയക്കും. ഉത്ര കൊലക്കേസിൽ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ DGP അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. വേഗത്തിൽ പ്രതിയെ കണ്ടെത്തിയതിന് അന്വേഷണ സംഘത്തെ DGP അഭിനന്ദിക്കുകയും ചെയ്തു. അതേസമയം കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധനയിലാണ് അന്വേഷണ സംഘം. സൂരജിന്റെ സഹോദരിയെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യണമെന്ന് ഉത്രയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. നാളെ അടൂർ പറക്കോടുള്ള വീട്ടിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോവിഡ് പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾ പുനരാരംഭിച്ചു. അസാധാരണ സുരക്ഷാ സംവിധാനങ്ങളോടെയായിരുന്നു പരീക്ഷകൾ. ഇന്ന് മാത്രം 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. മാസങ്ങൾ നീണ്ട ആശങ്കകൾക്കും അനിശ്ചിതത്വത്തിനും അവസാനമാണ് ഇന്ന് ഹയർ സെക്കൻഡറി SSLC പരീക്ഷകൾ പുനരാരംഭിച്ചത്.
സംസ്ഥാനത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് പരീക്ഷ നടത്തിയത്. കൈ കഴുകാനുള്ള സജ്ജീകരണവും സാനിറ്റൈസറുകളും ഒരുക്കിയിരുന്നു. തെർമൽ സ്കാനിംഗ് നടത്തിയ ശേഷമാണ് പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചത്. ഒരു ഹാളിൽ പരമാവധി 20 കുട്ടികളെയാണ് അനുവദിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മാസ്ക് ധരിച്ചാണ് എത്തിയത്. സാമൂഹിക അകലം പാലിച്ച് വരിയായി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനുള്ള നിർദ്ദേശം ഏറെക്കുറെ നടപ്പാക്കാനായി. 1.5 മീറ്റർ അകലത്തിലാണ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥികളെ ഇരുത്തിയത്. ചോദ്യപേപ്പറും ഉത്തരക്കടലാസുകളും ഗ്ലൌസ് ധരിച്ച ശേഷം മാത്രമേ അധ്യാപകർ സ്പർശിക്കാവൂ എന്ന നിർദ്ദേശവും നടപ്പിലാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും സ്കൂളുകളിൽ ഉറപ്പാക്കിയിരുന്നു. KSRTCയും സ്കൂൾ ബസുകളും പോലീസ് വാഹനങ്ങളും വിദ്യാർത്ഥികളുടെ യാത്രയ്ക്കായി സജ്ജമാക്കിയിരുന്നു. പരീക്ഷാ നടത്തിപ്പിൽ കാര്യമായ ആക്ഷേപം എവിടെയും ഉയർന്നില്ല. 13 ലക്ഷം വിദ്യാർത്ഥികൾ 30 വരെ നടക്കുന്ന വിവിധ വിഭാഗങ്ങളിലായുള്ള രണ്ടാംഘട്ട പരീക്ഷകൾ എഴുതുന്നുണ്ട്. ഇന്ന് മാത്രം 4,78,795 കുട്ടികൾ പരീക്ഷ എഴുതി. 8,800 വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റി നൽകി. HSC, +2 പരീക്ഷകൾ നാളെയാണ് ആരംഭിക്കുക. മദ്യവിൽപ്പനയ്ക്കുള്ള ഈ ടോക്കണിലൂടെ ഓരോ ഉപഭോക്താവിൽ നിന്നും 50 പൈസ സ്വകാര്യ കമ്പനിക്ക് ലഭിക്കാൻ സർക്കാർ വഴിയൊരുക്കിയെന്ന ആരോപണം തള്ളി ബെവ്കോ. 50 പൈസ സ്വകാര്യ കമ്പനിക്ക് നൽകാൻ കരാറിൽ വ്യവസ്ഥയില്ലെന്ന് വിശദീകരണം. മദ്യവിൽപ്പനയ്ക്കുള്ള ഇ ടോക്കൺ വൻ അഴിമതിയെന്ന് ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഓരോ ഉപഭോക്താവിൽ നിന്നും 50 പൈസ മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഫെയർകോഡ് എന്ന സ്വകാര്യ സ്ഥാപനത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആരോപണം തള്ളിയ ബെവ്കോ കരാറിൽ അത്തരം വ്യവസ്ഥയില്ലെന്ന് പറഞ്ഞു. ഉപഭോക്താവിൽ നിന്നല്ല 50 പൈസ ഈടാക്കുന്നത്. ബാർ, ബിയർ, വൈൻ പാർലർ ഉടമകളിൽ നിന്ന് ഓരോ ഇ ടോക്കണും 50 പൈസ ഈടാക്കുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്. ഈ 50 പൈസയുടെ ചെലവ് ഫെയർകോഡുമായുള്ള കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സീഡിറ്റ് മുഖേന ആമസോൺ സെർവറിന് 11 പൈസ, SMS ചെലവ് 15 പൈസ, ബെവ്കോയുടെ അധിക മനുഷ്യശേഷി ചെലവ് 24 പൈസ. ഇതിൽ ഫെയർകോഡിന് നൽകുന്ന 15 പൈസ SMS-ന് മൊബൈൽ സേവനദാതാക്കൾക്കുള്ളതാണെന്നും ബെവ്കോ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയത് ബാർ ഉടമകളും ബെവ്കോയും തമ്മിലുള്ള കരാറാണ്. എന്നാൽ പണം നൽകേണ്ട ബെവ്കോയും ആപ്പ് വികസിപ്പിച്ച ഫെയർകോഡും തമ്മിലുള്ള കരാറിൽ 50 പൈസ വീതം നൽകുമെന്ന വ്യവസ്ഥയേയില്ല. രാജ്യത്ത് തുടർച്ചയായ 5-ാം ദിവസവും 6000-ലധികം കോവിഡ് കേസുകൾ. 24 മണിക്കൂറിനിടെ 6535 പോസിറ്റീവ് കേസുകളും 146 മരണവും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 11% കേസുകളാണ് രാജ്യത്ത് വർദ്ധിച്ചത്. ഇതേ നിരക്ക് തുടരുകയാണെങ്കിൽ കോവിഡ് കേസുകൾ നാളെ 1.5 ലക്ഷം കടക്കും. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകളിൽ 35% മഹാരാഷ്ട്രയിൽ നിന്നാണ്. 85% മരണവും റിപ്പോർട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ നിന്നും. രാജ്യത്ത് ഇതുവരെ 31,26,119 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ICMR അറിയിച്ചു. പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നതിനിടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു. പരിശോധനയുടെ പരമാവധി നിരക്ക് നിലവിൽ 4,500 രൂപയാണ്. നിരക്ക് കുറയ്ക്കാൻ സംസ്ഥാനങ്ങൾക്ക് സ്വകാര്യ ലാബുകളുമായി സംസാരിച്ച് കരാർ ഉറപ്പിക്കാൻ കേന്ദ്രം അനുമതി നൽകി. രാജ്യത്ത് രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 41.61% ഉയർന്നു. തമിഴ്നാട്ടിൽ 646 പോസിറ്റീവ് കേസുകളും 9 മരണവും കൂടി റിപ്പോർട്ട് ചെയ്തു. ഗുജറാത്തിൽ 361 പുതിയ കേസുകളും 27 മരണവും റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിൽ 412 പുതിയ കേസുകളും 12 മരണവും റിപ്പോർട്ട് ചെയ്തതോടെ ആകെ പോസിറ്റീവ് കേസുകൾ 14,465 മരണം 288 ഉയർന്നു. കർണാടകയിലെ 100 പുതിയ കേസുകളിൽ 46 പേർ മഹാരാഷ്ട്രയിൽ നിന്നും 21 പേർ തമിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ്. മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 54,000 കടന്നു. 2091 പോസിറ്റീവ് കേസുകളും 97 മരണവും സംസ്ഥാനത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെ അയക്കണമെന്ന മഹാരാഷ്ട്രയുടെ ആവശ്യത്തിനെതിരെ എതിർപ്പുമായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. 54,758 പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 1,793 പേർ ഇതുവരെ മരിച്ചു. കഴിഞ്ഞ 10 ദിവസത്തിന് ശേഷമാണ് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് നേരിയ കുറവ് രേഖപ്പെടുത്തുന്നത്. മുംബൈയിൽ പുതിയതായി 1,002 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ 32,791 ആയിരുന്നു ആകെ രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 1,065 മുംബൈയിലെ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ 96% കിടക്കകളും 66% വെന്റിലേറ്ററും രോഗികളെ കൊണ്ട് നിറഞ്ഞു. ധാരാവിയിൽ പുതിയ 38 പോസിറ്റീവ് കേസുകൾ ഉണ്ടായി. നിലവിൽ സ്ഥിരീകരിച്ചതിൽ 80% പേരും രോഗലക്ഷണം പ്രകടിപ്പിക്കാത്തവരാണെന്ന് മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറി പറഞ്ഞു. അതിനിടെ കേരളത്തിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെ മഹാരാഷ്ട്ര ആവശ്യപ്പെട്ടതിനെതിരെ UNA രംഗത്തെത്തി. മലയാളി നഴ്സുമാരുടെ അടക്കം സംരക്ഷണം നിലവിൽ ഉറപ്പാക്കാൻ സംസ്ഥാനത്തിന് കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉദ്ധവ്
ഉദ്ധവ് താക്കറേക്ക് UNA കത്തയച്ചു. മലയാളി ആരോഗ്യ പ്രവർത്തകർക്ക് വാഗ്ദാനം ചെയ്ത ശമ്പളം പരിമിതമാണെന്നും കത്തിൽ പറയുന്നു. നിലവിലെ ഒഴിവുകൾ നികത്താതെയാണ് കേരളത്തിൽ നിന്ന് നഴ്സുമാരെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് UNA ആരോപിച്ചു. വീട്ടുനിരീക്ഷണം ലംഘിക്കുന്നവരെയും വാഹനങ്ങളിലെ അമിത യാത്രക്കാരെയും കണ്ടെത്താൻ മിന്നൽ പരിശോധനയുമായി പോലീസ്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ DGP നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിരീക്ഷണം ശക്തമാക്കാൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയത്. ബൈക്ക് പട്രോൾ, ഷാഡോ ടീം എന്നിവയുടെ സേവനം ഇതിനായി ഉപയോഗിക്കും. നിരീക്ഷണം ലംഘിക്കുന്നത് കണ്ടെത്തിയാൽ അവരെ സർക്കാരിന്റെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ഇവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കും. വാർഡുതല സമിതികൾ, ബൈക്ക് പട്രോൾ, ജനമൈത്രി പോലീസ് എന്നിവയുടെ പരിശോധനയിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, കാറുകൾ എന്നിവയിൽ അനുവദനീയമായതിൽ കൂടുതൽ പേർ യാത്ര ചെയ്യുന്നതും തടയും. ട്രാഫിക്കിന് കാര്യമായ തടസ്സമുണ്ടാകാത്ത തരത്തിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ ചിലയിടങ്ങളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. നാളെ 5 ജില്ലകളിലും വ്യാഴാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ അതിനു മുൻപായി മെയ് 31 തെക്ക് കിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള മധ്യകിഴക്കൻ അറബിക്കടലിലുമായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മെയ് 31 മുതൽ ജൂൺ 4 വരെ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പിലുണ്ട്. കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരും ദിവസങ്ങളിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും കർശനമായി പാലിക്കുകയും വേണം. കേരളത്തിൽ ചിലയിടങ്ങളിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട്. വ്യാഴാഴ്ച 9 ജില്ലകളിലും വെള്ളിയാഴ്ച 8 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കള്ളപ്പണക്കേസിൽ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കൊച്ചി വിജിലൻസ് ആസ്ഥാനത്ത് രാവിലെ 11 മണിയോടെയാണ് ചോദ്യം ചെയ്യലിന് അബ്ദുൾ ഗഫൂർ എത്തിയത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൾ ഗഫൂറിനെ ചോദ്യം ചെയ്തത്. കൊച്ചി കത്തർക്കടവിലുള്ള വിജിലൻസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ഇബ്രാഹിം കുഞ്ഞിനെതിരായ കേസിൽ നിന്ന് പിന്മാറണമെന്ന് അബ്ദുൾ ഗഫൂർ ആവശ്യപ്പെടുകയും ഒഴിയുന്നതിനായി പരാതിക്കാരന് പണം വാഗ്ദാനം ചെയ്തതായും പരാതി ഉയർന്നിരുന്നു. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ CM അബ്ബാസും അബ്ദുൾ ഗഫൂറിനൊപ്പം പരാതിക്കാരനെ കണ്ടതായി പറയുന്നുണ്ട്. CM അബ്ബാസാണ് കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പരാതിക്കാരനെ ആദ്യം സമീപിച്ചതെന്നും ആക്ഷേപമുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഹൈക്കോടതി വിജിലൻസിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അതേസമയം ഗിരീഷ് ബാബുവാണ് ഇബ്രാഹിം കുഞ്ഞിനോട് പണം ആവശ്യപ്പെട്ടതെന്ന് കൊച്ചിയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിലെത്തി പണം ആവശ്യപ്പെടുമ്പോൾ താൻ ഒപ്പമുണ്ടായിരുന്നെന്നും ഇയാൾ വിജിലൻസിനോട് വ്യക്തമാക്കുകയുണ്ടായി. നേരത്തെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ മുൻ പൊതുമരാമത്ത് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ഇബ്രാഹിം കുഞ്ഞിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരുന്നു. 10 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് പരാതി. മിന്നൽ മുരളി എന്ന സിനിമയുടെ സെറ്റ് തകർക്കാൻ കാരണം ഗുണ്ടാപ്പിരിവ് നൽകാതിരുന്നതെന്ന മൊഴി. സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പലതവണ പണം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്ന പ്രതികൾ. സംഭവത്തിൽ 3 പേർ കൂടി പിടിയിലായി. ടൊവിനോ തോമസ് നായകനായ മിന്നൽ മുരളി എന്ന സിനിമയുടെ സെറ്റ് തകർത്തത് ഗുണ്ടാപ്പിരിവ് നൽകാത്തതുകൊണ്ടാണെന്ന് പ്രതികൾ മൊഴി നൽകി. കാലടി ശിവരാത്രി മണപ്പുറത്ത് സെറ്റ് പണിത് തുടങ്ങിയപ്പോൾ തന്നെ അണിയറ പ്രവർത്തകരോട് പണം ആവശ്യപ്പെട്ടിരുന്നതായി പ്രതികളുടെ മൊഴിയിലുണ്ട്. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പണം നൽകിയില്ല. ഇതോടെ സെറ്റ് പൊളിപ്പിക്കാൻ ഭീഷണിയും പോലീസിൽ പരാതിയും നൽകി. സിനിമാ സെറ്റ് പൊളിച്ചതിന് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറയാൻ കാരണം കൂടുതൽ ആളുകളുടെ പിന്തുണ ലഭിക്കാൻ വേണ്ടിയാണ്. സെറ്റ് പൊളിക്കാൻ കൂടെയുണ്ടായിരുന്ന 10 പേരും തന്നോടൊപ്പം ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെന്നും രതീഷ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. സംഭവത്തിൽ ഇന്ന് 3 പേർ കൂടി പിടിയിലായി. രാഷ്ട്രീയ ബജ്രംഗ് ദൾ പ്രവർത്തകരായ രാഹുൽ, ഗോകുൽ, സന്ദീപ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ കേസിൽ പിടിയിലാകുന്നവരുടെ എണ്ണം 5ആയി. വയനാട് മാനന്തവാടിയിൽ 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. സർക്കസ് കലാകാരനായ ജാർഖണ്ഡ് സ്വദേശി ഇബ്രാഹിം അൻസാരിയെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 ആഴ്ചയോളം തുടർച്ചയായി ഇബ്രാഹിം 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. ലോക്ഡൌണിനെ തുടർന്ന് മാനന്തവാടിയിൽ ക്യാമ്പ് ചെയ്തിരുന്ന സർക്കസ് കൂടാരത്തിലെ അന്തേവാസികളുടെ കുഞ്ഞിനെയാണ്
ഇതേ സർക്കസിലെ ജീവനക്കാരനായ ഇബ്രാഹിം അൻസാരി പീഡിപ്പിച്ചത്. ക്യാമ്പിൽ നിന്ന് മാറി മറ്റൊരു ക്വാർട്ടേഴ്സിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. രക്ഷിതാക്കൾ ഇല്ലാത്ത സമയത്താണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. പീഡന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ മാനന്തവാടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 3 ആഴ്ചയായി 3.5 വയസ്സുകാരിയെ ഇബ്രാഹിം പീഡിപ്പിച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ പെൺകുഞ്ഞിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനന്തവാടി CA MM അബ്ദുൽ കരീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരവും ബലാത്സംഗത്തിനുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോവിഡ് ബാധിച്ച് മരിച്ച കണ്ണൂർ ധർമ്മടം സ്വദേശിനിയുടെ മൃതദേഹം സംസ്കരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കോഴിക്കോട് കണ്ണൻപറമ്പ് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. ഇന്നലെ രാത്രിയാണ് കണ്ണൂർ സ്വദേശിനിയായ ആസിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംസ്കരിച്ചത്. കണ്ണൻപറമ്പ് ഖബർസ്ഥാനിൽ നടന്ന സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഖബറടക്കം നടത്തിയത്. 3 ബന്ധുക്കളടക്കം 8 പേർ ചടങ്ങിൽ പങ്കെടുത്തു. പക്ഷാഘാതവും നാഡീസംബന്ധമായ അസുഖങ്ങളും ഉണ്ടായിരുന്ന ആസിയയ്ക്ക് കോവിഡ് കൂടി ബാധിച്ചതോടെയാണ് ആരോഗ്യനില വഷളായത്. രോഗം പിടിപെട്ടത് എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ടില്ല. രോഗ ഉറവിടം കണ്ടെത്താനായി ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആസിയയുടെ ഭർത്താവും മക്കളും ഉൾപ്പെടെ കുടുംബത്തിലെ 7 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ നില തൃപ്തികരമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം തുടരുകയാണ്. സൗദിയിൽ 1931 UAEയിൽ 779 പുതിയ രോഗികൾ. കുവൈറ്റിൽ ഇന്ന് 608 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സൗദിയിൽ ഇന്ന് 12 മരണവും 1931 പുതിയ കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇതുവരെ 411 പേരാണ് മരിച്ചത്. ആകെ രോഗബാധിതരുടെ എണ്ണം 76,726 ആയി. 2,782 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടി. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് 7 പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 172 ആയി. 608 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 22,575ലേക്ക് ഉയർന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 200 പേർ ഇന്ത്യക്കാരാണ്. ഇതോടെ കുവൈറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 7,230 ആയി. പുതിയതായി 685 പേർ രോഗമുക്തരായപ്പോൾ 15,097 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. UAEയിൽ ഇന്ന് 779 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 31,000 കടന്നു. 5 മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ആകെ മരണസംഖ്യ 253 ആയി ഉയർന്നു. ഇതുവരെ 15,982 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലോകത്താകെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3,48,965 ആയി. 56,31,831 പേർക്ക് ഇതിനോടകം രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിന്ന് 47,564 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇറ്റലിയിൽ മരണസംഖ്യ 32,877 ആയി. ഫ്രാൻസിൽ 65 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 28,432 ഉയർന്നു. ജർമ്മനിയിൽ മരിച്ചവരുടെ എണ്ണം 8,448 ആയപ്പോൾ ബെൽജിയത്തിലെ മരണസംഖ്യ 9,334 ആയി. ഇറാനിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 7,508 ആണ്. മെക്സിക്കോയിൽ ഇന്നലെ 239 പേരാണ് മരിച്ചത്. ഇതോടെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 7,633 ഉയർന്നു. സ്പെയിനിൽ മരണസംഖ്യയിൽ ചില പിഴവുകൾ സംഭവിച്ചത് തിരുത്തി. ചില മരണങ്ങൾ 2 തവണ കണക്കാക്കിയിരുന്നെന്നും കോവിഡ് മൂലമല്ലാതെ മരിച്ചവരും പട്ടികയിൽ ഉൾപ്പെട്ടെന്നും ആ പിഴവ് തിരുത്തുകയാണ് ചെയ്തതെന്നും ആരോഗ്യവകുപ്പ് കോർഡിനേറ്റർ ഫെർണാണ്ടോ സൈമൺ പറഞ്ഞു. 26,837 ഇപ്പോൾ രാജ്യത്തെ മരണസംഖ്യ. ഇതോടെ നേരത്തെയുള്ള കണക്കുകളിൽ 2000ന്റെ കുറവ് രേഖപ്പെടുത്തി. നെതർലൻഡ്സിൽ 5,856 തുർക്കിയിൽ 4,369 പേർ മരിച്ചു. സ്വിറ്റ്സർലൻഡിലെ മരണസംഖ്യ 1,915 ആയപ്പോൾ സ്വീഡനിലേത് 4,125 അയർലൻഡിലേത് 1,606 ആഫ്രിക്കയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,17,000 കടന്നു. ഇവിടെ മരണസംഖ്യ 3,500 ആണ്. പാകിസ്ഥാനിൽ മരണസംഖ്യ 1,197 ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 37,048 ബ്രസീലിലെ മരണസംഖ്യ 23,522. റഷ്യയിലെ കോവിഡ് മരണം 3,807
കോവിഡ് മൂലം 24 മണിക്കൂറിനിടെ ബ്രിട്ടനിൽ 134 പേരാണ് മരിച്ചത്. 4043 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 1559 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതേസമയം രാജ്യത്തെ ലോക്ഡൌൺ നിയമങ്ങൾ ലംഘിച്ച് യാത്ര ചെയ്ത പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഡൊമിനിക് കമ്മിങ്സിനെ പിരിച്ചുവിടണമെന്ന് ഒരു വിഭാഗം എംപിമാർ ആവശ്യപ്പെട്ടു. എന്നാൽ മാധ്യമവാർത്തകൾ തെറ്റാണെന്നും രാജിവെക്കില്ലെന്നും ഡൊമിനിക് കമ്മിങ്സ് വ്യക്തമാക്കി. ബ്രസീലിൽ 806 പേരാണ് ഇന്നലെ മരിച്ചത്. 13,051 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 1,53,833 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടപ്പോൾ 8,318 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. എന്നാൽ കോവിഡ് രോഗികൾക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ എന്ന മരുന്ന് നൽകുന്നത് തുടരുമെന്ന് ബ്രസീൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. നേരത്തെ കോവിഡ് രോഗികൾക്ക് ഹൈഡ്രോക്സി ക്ലോറോക്വീൻ നൽകുന്ന പരീക്ഷണം നിർത്തിവെക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിരുന്നു. റഷ്യയിൽ 8,915 പേർക്കാണ് രോഗം പുതുതായി സ്ഥിരീകരിച്ചത്. 174 മരണവും റിപ്പോർട്ട് ചെയ്തു. 1,18,798 പേരുടെ രോഗം ഭേദമായി. 2,300 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 99,950 17,10,114 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4,66,076 പേർക്ക് രോഗം ഭേദമായി. കോവിഡ് മൂലം അമേരിക്കയിൽ 116 പേരാണ് ഇന്ന് മരിച്ചത്. 3,888 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 17,114 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം 3,72,000 കടന്നു. 29,310 ഇവിടുത്തെ മരണസംഖ്യ. ന്യൂജേഴ്സിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1,56,000 കടന്നപ്പോൾ മരണസംഖ്യ 11,155 മെസാച്യൂസെറ്റ്സിൽ രോഗികളുടെ എണ്ണം 93,000 കടന്നു. മരണസംഖ്യ 6,416 ഇലിനോയിസിലെ രോഗികളുടെ എണ്ണം 1,12,000 കടന്നു. ഇവിടുത്തെ മരണസംഖ്യ 4,884 ഇതിനിടെ തന്റെ ഗോൾഫ് പരിശീലനത്തിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് താൻ ഗോൾഫ് കളിച്ചതെന്ന കാര്യം മാധ്യമങ്ങൾ മറച്ചുവെച്ചുവെന്നും ട്രംപ് ട്വീറ്റിൽ പറഞ്ഞു. കോവിഡ് വ്യാപനം തുടരുന്നതിനിടെ ട്രംപിന്റെ ഗോൾഫ് പരിശീലനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. അരീക്കോട് ദുരഭിമാന കൊലക്കേസ് പ്രതിയെ കോടതി വെറുതെ വിട്ടു. കീഴ്ജാതിക്കാരനെ പ്രണയിച്ചതിന്റെ പേരിലാണ് മകൾ ആതിരയെ അച്ഛൻ രാജൻ കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രധാന സാക്ഷികൾ കൂറുമാറിയതാണ് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കിയത്. 2018 മാർച്ച് 22-നാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച അരീക്കോട് ദുരഭിമാന കൊല നടന്നത്. മകൾ ആതിര കീഴ്ജാതിയിൽപ്പെട്ട യുവാവുമായി പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് കാര്യങ്ങളെത്തിയതുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇരുവരുടെയും വിവാഹത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച രാജൻ പിന്നീട് അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. വീടിന് സമീപത്തെ ക്ഷേത്രത്തിൽ വിവാഹം നടത്താൻ നിശ്ചയിച്ച് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ കല്യാണത്തലേന്ന് വീട്ടിൽ മദ്യപിച്ചെത്തിയ രാജൻ ബഹളം വയ്ക്കുകയും ആതിരയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അടുത്ത വീട്ടിലേക്ക് ഓടിയ ആതിരയെ പിന്തുടർന്നെത്തിയ രാജൻ ഇടതു നെഞ്ചിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. 53 സാക്ഷികളിൽ 31 പേരെ കോടതി വിസ്തരിച്ചു. എന്നാൽ 12 സാക്ഷികൾ കൂറുമാറി. വേണ്ടത്ര സാഹചര്യ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതുമില്ല. ഇതോടെയാണ് 2 വർഷങ്ങൾക്കിപ്പുറം മകളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അച്ഛന് രക്ഷപ്പെടാനുള്ള വഴി ഒരുങ്ങിയത്. പൊന്നാനി കോട്ടത്തറയിൽ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ആയുധങ്ങൾ കണ്ടെടുത്തു. കലുങ്ക് വൃത്തിയാക്കാനെത്തിയ നഗരസഭാ ശുചീകരണ തൊഴിലാളികളാണ് 14 വടിവാളുകൾ കണ്ടെടുത്തത്. സംഭവത്തിൽ പൊന്നാനി പോലീസ് കേസെടുത്തു. രാവിലെ 10 മണിയോടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട കലുങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ആയുധങ്ങൾ കണ്ടെത്തിയത്. ചാക്കിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇവ. വിശദമായ പരിശോധനയിൽ 14 വടിവാളുകൾ പുറത്തെടുത്തു. കാലപ്പഴക്കത്താൽ ഇവ തുരുമ്പെടുത്തിട്ടുണ്ട്. സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശത്ത് ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നഗരസഭാ കൌൺസിലർ ആവശ്യപ്പെട്ടു. പൊന്നാനി പോലീസ് എത്തി പരിശോധന നടത്തിയ ശേഷം ആയുധങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തു. വിശദമായ അന്വേഷണം നടത്തുമെന്നും ഇതിനായി ആയുധങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.